രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് ഒരു കയ്യടി നൽകാം. യോഗിക്ക് ശക്തമായ തിരിച്ചടി നൽകി സുപ്രീം കോടതിയുടെ കനത്ത താക്കീത്. മാധ്യമപ്രവർത്തകൻ ആരെയും കൊന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും കടന്നു വന്നത്. ഇത് യോഗി സർക്കാരിനുള്ള രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ശക്തമായ താക്കീതാണ്. ആവർത്തിക്കരുത്. ഒരു മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു. ആ മാധ്യമ പ്രവർത്തകൻ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ, ഒരു യുവതി വിവാഹാഭ്യർത്ഥന യോഗിയോട് നടത്തിയപ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ 11 ദിവസം തുറങ്കിലടിക്കുന്നു. എവിടുത്തെ ന്യായമാണ്? പ്രശാന്ത് കനോജിയ എന്ന മാധ്യമ പ്രവർത്തകന് അപ്പുറത്ത് ഒരു സ്വകാര്യ ചാനലിന്റെ എഡിറ്ററെയും മേധാവിയെയും അതിന്റെ ഉടമസ്ഥനെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പോലീസുകാർ. IT ആക്ട് 67 പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ അകത്തിടുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന യോഗി ആദിത്യനാഥിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി പറയുന്നു, വ്യക്തമാക്കി, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിനെ, അതായത് മാധ്യമ പ്രവർത്തകൻ മുന്നോട്ട് വെച്ച ആ പോസ്റ്റിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് യോഗി സർക്കാരിനോ യോഗിക്കോ അതിന് അനുമതിയില്ല, അല്ലെങ്കിൽ അവകാശമില്ല എന്നതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. എത്ര മനോഹരമായിട്ടുള്ള ഒരു വിധിയാണ് കടന്നു വന്നത്. ഇതിലും വലിയ ഒരു താക്കീത് ഇനി എന്ത് വേണം? രാജ്യത്തെ പരമോന്നത നീതിപീഠം കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് ജനാധിപത്യ രാജ്യത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന രാജ്യത്തെ ഭാരതീയർക്ക്, രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ളത്. അതിമനോഹരമായിട്ടുള്ള തീരുമാനം. ഇനിയെങ്കിലും പാഠം പഠിക്കട്ടെ. എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യത്തിന് മുന്നിൽ, എന്തുമാവാമെന്നുള്ള ധിക്കാരത്തിന് മുന്നിൽ കനത്ത തിരിച്ചടി നൽകാൻ രാജ്യത്തെ സുപ്രീം കോടതിയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിച്ച് നിൽക്കാം. ഉത്തർപ്രദേശിൽ മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി ഈ സുപ്രീം കോടതിയുടെ വിധിയെ നമുക്ക് കാണാം. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, ഒന്നിച്ചു നിന്ന് പോരാടിയാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രശാന്ത് കനോജിയയുടെ ഭാര്യ നൽകിയ ഹർജിയിലാണ് ഈ സംഭവം വ്യക്തമായി സുപ്രീം കോടതി നിരീക്ഷണത്തിലേക്ക് എടുക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ പരിഗണിക്കാറില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതി എടുത്തു പറഞ്ഞത്, ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു വലിയ താക്കീതാണ് യോഗിക്ക് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.